എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ പിഞ്ചു കുട്ടികളെ പരിചരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെ നാം എത്രത്തോളം സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ മക്കൾ നമുക്ക് ജീവനാണ്. പിഞ്ചു മക്കൾ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ഓരോ കുസൃതികളും കണ്ട് നമ്മൾ സന്തോഷിക്കുന്നവരും ആസ്വദിക്കുന്നവരും ഒക്കെയാണ്. എന്നാലും ചില അറിയാതെ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ഒരു കണക്കിന് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. നാം നമ്മുടെ മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ്. എത്ര മോശമായ അച്ഛനാണെങ്കിലും എത്ര മോശമായ അമ്മയാണെങ്കിലും ചിന്തിക്കാറുള്ളത് എന്നെ പോലെ ആകരുത് എൻ്റെ കുട്ടി എന്നാണ്. ഈ സമൂഹത്തിനിടയിൽ പേരുദോഷം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മക്കളെ വളർത്തണമെന്ന് ഏതൊരു അച്ഛനമ്മയും ചിന്തിക്കാതിരിക്കില്ല. എന്നാൽ ഈ കുട്ടി വളരുന്നതോ ഈ അച്ഛനും അമ്മയും കണ്ട് തന്നെയാണ് ഈ കുട്ടി വളരുന്നത്. അച്ഛന് ഏത് നിലക്കാണോ വീട്ടിൽ പെരുമാറുന്നത്, അച്ഛന്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടാണ് കുട്ടി വളരുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം കണ്ടാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും കുട്ടികൾ അതേപോലെ പറയും. ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ വൈഫിന് ഏതെങ്കിലും ചെറുതായിട്ടുള്ള ഒരു മോശം വാക്ക് പ്രയോഗിച്ചാൽ പോലും ആ കുട്ടി പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. കുട്ടിയും അതേ വാക്ക് പ്രയോഗിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. നമ്മുടെ പിഞ്ചു കുട്ടികൾ പോലും ഇന്ന് മൊബൈലിനും ഇന്റർനെറ്റിനും അടിമയായി പോയിരിക്കുകയാണ്. കാരണം 3, 4, 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇന്ന് മൊബൈൽ കൊടുത്താൽ നമ്മളെക്കാളും നന്നായി അവർ യൂസ് ചെയ്യും. ഗെയിം കളിക്കും. യൂട്യൂബ് എടുത്തു കൊടുത്താൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾ കാണുന്നുണ്ട്. ഇതിനിടക്ക് ചില മോശമായ കാര്യങ്ങൾ കുട്ടികൾ കാണാനിടയാകും. അത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നെറ്റ് ഓൺ ചെയ്ത് യൂട്യൂബ് ഒക്കെ തുറന്നു കൊടുക്കുമ്പോഴാണ്. അതായത് കൂടുതൽ ആൾക്കാർ കാണുന്ന വൈറലായ വീഡിയോകളൊക്കെ ഫ്രണ്ടിൽ കയറി വരും. അത് എല്ലാവരും കാണാനിടയാകും. മറ്റൊന്ന്, നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന വീഡിയോസ്. അതായത് നമ്മൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് നമ്മൾ സെർച്ച് ചെയ്യുന്ന അതേപോലുള്ള കണ്ടന്റ് യൂട്യൂബ് വീണ്ടും വീണ്ടും നമുക്ക് ഇട്ടുതരും. ഇതാണ് യൂട്യൂബിനുള്ള ഒരു സ്വഭാവം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വൈറലായ വീഡിയോസിൽ മോശമായ വീഡിയോസ് ഉണ്ടാവും. സെക്സ് പരമായ മറ്റ് വീഡിയോസൊക്കെ വൈറലായ വീഡിയോസ് ഉണ്ടാവും. അത് ഫ്രണ്ടിൽ കയറി വരാനും നമ്മുടെ കുട്ടികളിൽ നമ്മൾ യൂട്യൂബ് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇത്തരം വീഡിയോസ് കാണാനും. കുട്ടികളുടെ മനസ്സാണ് കളങ്കമില്ലാത്ത മനസ്സാണ്. കുട്ടികൾ ഇത്തരം മോശമായ കാര്യങ്ങളൊക്കെ കാണാനിടയായ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും. യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതിൽ പ്രധാനമായും അത്തരം വീഡിയോസ് ഫ്രണ്ടിൽ കയറി വരാതിരിക്കാൻ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ മൈ ചാനൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ 3 ഡോട്ട് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. വൈറലായി കിടക്കുന്ന വീഡിയോസൊക്കെ ഫ്രണ്ടിൽ കയറി വരാതിരിക്കാൻ വേണ്ടി ഓട്ടോ പ്ലേയിലൊന്ന് ടച്ച് ചെയ്യുക. ഇത് ഓണായി കിടക്കും. അതൊന്ന് ഓഫ് ചെയ്തിടുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴായി റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് കാണാം. ഇത് ഓഫായി കിടക്കും. അതൊന്ന് ഓൺ ചെയ്തിടുക. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിനെ തൊട്ട് വേറെ പല വീഡിയോസും വരാം. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമില്ലാത്ത വീഡിയോ ആണെങ്കിൽ അതിന് നേരെ കാണുന്ന ഈ 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവിടുന്ന് പോയിക്കോളും. ഇത്രയൊക്കെയാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ യൂട്യൂബ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒന്ന് ഓട്ടോ പ്ലേ ഓഫ് ചെയ്തിടുക. മറ്റൊന്ന് റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്തിടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ആണ് ഫ്രണ്ടിൽ കയറിയിരിക്കുന്നതെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത്രയും ആണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നോക്കിയിട്ട് വേണം കുട്ടിയുടെ കയ്യിൽ മൊബൈലും അതുപോലെ തന്നെ ഇത്ര യൂട്യൂബൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പല വൈറലായ വീഡിയോസും നമുക്ക് കാണാൻ പറ്റാത്ത പല വീഡിയോസും കാണാം. കുട്ടികൾ പെട്ടെന്ന് അത് മാത്രം ഓപ്പൺ ചെയ്ത് കാണും. പിന്നീട് കുട്ടികൾക്ക് ഇത്തരം വീഡിയോസൊക്കെ കണ്ട് ശീലമാവും. കുട്ടികളുടെ സ്വഭാവം തന്നെ മോശമാകാം. പുകവലിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവാം, കള്ളു കുടിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയെ ചീത്ത പറയുന്നവരുണ്ടാകാം. ഇതൊന്നും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ പാടില്ല. ഇനി ഏതൊരു ദോഷീലമുണ്ടെങ്കിലും അത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മളെ കുട്ടികൾ കാണും വിധത്തിൽ ചെയ്യരുത്. ഇനി ഏതെങ്കിലും വിധത്തിൽ പുകവലിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ കാണാത്ത വിധത്തിൽ വലിക്കുക. അതുപോലെ തന്നെ കള്ളു കുടിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒക്കെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. കുട്ടികൾ അതൊക്കെ പെട്ടെന്ന് ക്യാച്ച്
ചെയ്യും. നിങ്ങൾ ഭാര്യയെ ചീത്ത പറയുകയാണെങ്കിൽ നാളെ കുട്ടികളും അതുപോലെ ഉമ്മയെ ചീത്ത പറയും. ഉമ്മ അതേപോലെ അച്ഛനെ ചീത്ത പറയുകയാണെങ്കിൽ അച്ഛനെ അതേപോലെ കുട്ടികൾ ചീത്ത പറയുന്ന ഒരു സ്വഭാവം അത് നിങ്ങൾ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഉമ്മമാരോട് പെരുമാറുമ്പോഴും, ഭാര്യയുടെ ഉമ്മയോടായാലും ഭർത്താവിൻ്റെ ഉമ്മയോടായാലും പെരുമാറുമ്പോഴും, കുട്ടികളുടെ മുമ്പിൽ വെച്ച് പെരുമാറുമ്പോഴൊക്കെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പെരുമാറുകയാണെങ്കിലൊക്കെ ഭാവിയിൽ മക്കൾ നിങ്ങളോടും അതേപോലെ ദേഷ്യപ്പെടാൻ കാരണമായേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഓരോന്നും കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് കെയർ ചെയ്ത്, മക്കളുടെ മുമ്പിൽ എല്ലാം ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.